Hi dear students, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് A Piece of String is a short story by Guy de Maupassant. ഓക്കെ, A Piece of String എന്ന് പറയുന്ന Guy de Maupassantന്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്ക് Guy de Maupassantന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കാം. Guy de Maupassant 1850 to 1893 was a French author. ഒരു ഫ്രഞ്ച് എഴുത്തുകാരനാണ് Guy de Maupassant. Celebrated as a master of the short story. അദ്ദേഹം ഫേമസ് ആയിരിക്കുന്നത് കൂടുതലും ഷോർട്ട് സ്റ്റോറീസ് എഴുതിയതുകൊണ്ടാണ്. ഹി ഹാസ് റിട്ടൺ ഓവർ 300 ഷോർട്ട് സ്റ്റോറീസ്. 300-ൽ കൂടുതൽ ഷോർട്ട് സ്റ്റോറീസ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ 6 നോവൽസ്, 6 നോവൽസ്, 3 ട്രാവൽ ബുക്സ്, 3 യാത്രാ വിവരണം, ആൻഡ് എ വോളിയം ഓഫ് വേഴ്സ്. ഒരു പൊയിട്രിയുടെ ഒരു കളക്ഷനാണ് ഈ ഒരു വോളിയം ഓഫ് വേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കുറേ കവിതകൾ എഴുതിയിട്ട് അതൊരു ബുക്കാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ Maupassant വാസ് ദ സബ്ജക്റ്റ് ഓഫ് വൺ ഓഫ് ലിയോ ടോൾസ്റ്റോയ്സ് എസ്സേസ് ഓൺ ആർട്ട്. Maupassant ആണ് ലിയോ ടോൾസ്റ്റോയുടെ ഒരു എസ്സേയിൽ സബ്ജക്റ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. ആ എസ്സേയുടെ പേര് ഇതാണ്, ദ വർക്ക്സ് ഓഫ് Guy de Maupassant. ദ ഡയമണ്ട് നെക്ലസ് ഈസ് വൺ ഓഫ് ദി Maupassant ബെസ്റ്റ് നോൺ സ്റ്റോറീസ്. ഡയമണ്ട് നെക്ലസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി Maupassantന്റെ ജീവിതത്തിൽ തന്നെ ബെസ്റ്റ് നോൺ സ്റ്റോറീസിൽ ഒന്നാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. A piece of string by Guy de Maupassant. A piece of string എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ കമ്പി, ചെറിയ കമ്പി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. A piece of string എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പിയുടെ കഷ്ണം. Along all the roads around Goderville, the peasants and their wives were coming to the town because it was market day. നമ്മുടെ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ഒരു സ്ട്രീറ്റിൽ കുറച്ച് റോഡുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. അതായത് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ആ പ്ലേസിൻ്റെ പേരെന്ന് പറയുന്നത് ഗോഡർവില്ലെ. ഗോഡർവില്ലെ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലെ ഒരു മാർക്കറ്റ് ഡേ ആയിരുന്നു അന്ന്, ഒരു ചന്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ പെസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കർഷകരും, ആൻഡ് ദെയർ വൈഫ്സ് വെയർ കമ്മിങ് ടു ദ ടൗൺ, അവരുടെ ഭാര്യമാരും ഈ ടൗണിലേക്ക് ഈ മാർക്കറ്റ് ദിവസമായതുകൊണ്ട് തന്നെ എത്തി. സം ലെഡ് എ കൗ ഓർ എ കാഫ് ബൈ എ കോഡ്. അവരിലെ ചില ആൾക്കാരുടെ കയ്യിൽ കുറച്ച് പശുവും പശുക്കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അവർ കയറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരികയാണ്. ആൻഡ് ദെയർ വൈഫ്സ് വാക്കിംഗ് ബിഹൈൻഡ് ദ അനിമൽ. ആ മൃഗങ്ങളുടെ എല്ലാം പിന്നാലെ അവരുടെ ഭാര്യമാരും വരുന്നുണ്ട്, ആ കർഷകരുടെ ഭാര്യമാരും വരുന്നുണ്ട്. വൈപ്ഡ് ഇറ്റ് വിത്ത് എ ലീഫി ബ്രാഞ്ച് ടു ഹേസ്റ്റൺ ഇറ്റ്സ് പ്രോഗ്രസ്. ഈ കന്നുകാലികൾ ഇങ്ങനെ മുന്നേ പോകുമ്പം അതിനെ തെളിച്ചുകൊണ്ട് പോകാനായിട്ട് അവർ ചെറിയ ലീഫി ബ്രാഞ്ച് കയ്യിൽ കരുതിയിട്ടുണ്ട്. ലീഫി ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇലയോട് കൂടിയ ചെറിയ കമ്പ് നമ്മൾ ഒടിച്ചെടുക്കത്തില്ലേ, ആ രീതിയിൽ അത്തരത്തിലുള്ള ഒരു ലീഫി ബ്രാഞ്ച് അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് വെച്ച് ഇങ്ങനെ വീശി വീശി കാണിക്കും. വൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, വീശി വീശി കാണിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആനിമൽസ് മുന്നോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇൻ ദ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോഡർവില്ലെ ദർ വാസ് എ ക്രൗഡ്. നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് ചന്ത ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുണ്ട്. സോ ഇൻ ദ പബ്ലിക് സ്ക്വയർ, ആ ഒരു പബ്ലിക് സ്ക്വയറിൽ ഒരുപാട് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എ ത്രോങ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് അനിമൽസ്. കണ്ടാൽ എങ്ങനെയാണ് തോന്നുന്നത്? മനുഷ്യൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടും കുറച്ച് അനിമൽസും എല്ലാം കൂടി നമുക്ക് ആ ഒരു സീനിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എ ത്രോങ് ഓഫ് ഹ്യൂമൻ ബീങ്സും, മനുഷ്യരുടെ ഒരു കൂട്ടം തന്നെ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ അനിമൽസിൻ്റെയും കൂട്ടമുണ്ട്. മൊത്തത്തിൽ ആകെ ഒരു ബഹളമായിട്ടുള്ള അന്തരീക്ഷമാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിലെ സെൻട്രൽ ക്യാരക്ടറാണ് ഹോച്ച്കം. എന്താണ് പേര്? ഹോച്ച്കം. Hoshcom had just arrived at Goderville and he was walking towards the public square. Hoshcom ഇപ്പോൾ അങ്ങോട്ട് ആ ചന്തയിലേക്ക് വന്നതേ ഉള്ളൂ. ആൻഡ് he walks towards the public square. ആ പബ്ലിക് സ്ക്വയറിനടുത്തേക്ക്, ആ ആളുകളും ജനങ്ങളെല്ലാം തിങ്ങി നിൽക്കുന്ന, അനിമൽസ് എല്ലാം നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് അവൻ പോയി. Then he saw a little piece of string on the ground. അങ്ങനെ പോകുന്ന സമയത്ത് അവനൊരു കാര്യം കണ്ടു. എന്താണ് കണ്ടത്? A little piece of string on the ground. തറയിൽ ഒരു ചെറിയ കമ്പിയുടെ കഷ്ണം കിടക്കുന്നത് കണ്ടു. ഓക്കെ, ഹി തോട്ട് ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഓട്ട് ടു ബി പിക്ക്ഡ് അപ്പ്. അവൻ വിചാരിച്ച എന്താണ്, ഇതെടുത്തേക്കാം, ഈ താഴെ കിടക്കുന്ന ഈ ഒരു ചെറിയ കമ്പി എടുത്തേക്കാം, എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇനി. ഹി ടുക്ക് ദ ബിറ്റ് ഓഫ് തിൻ കോഡ് ഫ്രം ദി ഗ്രൗണ്ട് ആൻഡ് ബിഗാൻ ടു റോൾ ഇറ്റ് കെയർഫുള്ളി. അത് എങ്ങനെയുള്ള കമ്പി എന്ന് പറഞ്ഞാൽ ഈ നൂൽക്കമ്പി എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ളൊരു വളരെ തിന്നായിട്ടുള്ള ഒരു ചരട് പോലെ വളരെ തിന്നായിട്ടുള്ളൊരു കമ്പിയാണത്. അതുകൊണ്ട് തന്നെ അവൻ അത് എടുത്തു. എന്തിനു വേണ്ടിയിട്ട് എടുത്തേ? വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയാണ് അവൻ തറയിൽ കിടന്ന ആ കമ്പി എടുത്തത്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഹി ടുക്ക് ദ ബിറ്റ് ഓഫ് ദി തിൻ
caught from the ground and began to roll it carefully. എന്നിട്ട് അവൻ കെയർഫുള്ളി അതെന്ത് ചെയ്യാൻ തുടങ്ങി, റോൾ ചെയ്യാൻ തുടങ്ങി, ചുറ്റി വെക്കാൻ തുടങ്ങി. Then he noticed Melantine on the threshold of his door. എന്നിട്ട് അവൻ ഒരു കാര്യം കണ്ടു. അവൻ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളെയും കൂടി അവൻ കണ്ടു. ആരായിരുന്നു അത്? മെലൻറ്റൈൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അയാളുടെ വർക്ക്ഷോപ്പിൽ ഇരുന്നുകൊണ്ട് ഇവനെ ശ്രദ്ധിക്കുകയാണ്. ഇവൻ എന്തോ എടുക്കുന്നതൊക്കെ ആര് കണ്ടു? മെലൻറ്റൈൻ കണ്ടു. ലുക്കിംഗ് അറ്റ് ഹിം, ഇവനെ നോക്കിക്കൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. ദേ വെർ ഓൺ ബാഡ് ടൈംസ് വിത്ത് ഈച്ച് അതർ. നമ്മുടെ ഈ ഒരു കഥാപാത്രമായ ഹോച്ച്കമും അതുപോലെ തന്നെ ഈ മെലൻറ്റൈനും രണ്ടുപേരും അത്ര നല്ല രസത്തിലൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോച്ച്കമ്മ തറയിൽ നിന്ന് ഈ കമ്പി എടുക്കുന്നത് ആര് വാച്ച് ചെയ്യുന്നുണ്ട്? അവിടെ നിന്നുണ്ട് മെലൻറ്റൈൻ വാച്ച് ചെയ്യുന്നുണ്ട്. ഹോച്ച്കം വാസ് സീസ്ഡ് വിത്ത് ഷെയിം ടു ബി സീൻ ദസ് ബൈ ഹിസ് എനിമി. അപ്പോൾ ഹോച്ച്കമ്മിനൊരു നാണക്കേടുണ്ടായി. അയ്യോ, ഞാൻ തറയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നത് എൻ്റെ ശത്രുവായിട്ടുള്ള ഈ ഒരു മെലൻറ്റൈൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പം നമ്മുടെ ഹോച്ച്കെയിന് എന്തുണ്ടായി? ഒരു ഷെയിം തോന്നി. ഓക്കെ, സീസ്ഡ് എന്ന് പറഞ്ഞാൽ കത്തി അമരുക എന്നൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നാണക്കേട് കൊണ്ട് കത്തി അമർന്നു എന്നാണ് ആ ഒരു മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹോച്ച്കം വാസ് സീസ്ഡ് വിത്ത് ഷെയിം. സീസ്ഡ് വിത്ത് ഷെയിം എന്ന് പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് അവനങ്ങ് കത്തി അമർന്നു പോയി. അവൻ വിചാരിച്ചില്ല, ആരും കാണുമെന്ന് വിചാരിച്ചില്ല. പെട്ടെന്നാണ് മെലൻറ്റൈൻ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ അതൊക്കെ ഓർത്ത് അവനൊരു നാണക്കേട് തോന്നി, തൻ്റെ ശത്രുവായിട്ടുള്ള മെലൻറ്റൈൻ കണ്ടല്ലോ എന്നൊക്കെ ഓർത്ത്. എന്നാലും അവൻ എന്ത് ചെയ്തു? ഇത് എടുത്തു. ഹി കൺസീൽഡ് ഹിസ് ഫൈൻഡ് ക്വിക്ക്ലി ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? കൺസീൽഡ് എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കുക എന്നാണ് മീനിങ്. അപ്പം പെട്ടെന്ന് തന്നെ അവനെ ഇത് മറ്റാരെങ്കിലും കാണുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ചുരുട്ടിയിട്ട് എന്ത് ചെയ്തു? തൻ്റെ ട്രൗസറിൻ്റെ പോക്കറ്റിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. ഹി പ്രിറ്റൻഡഡ് ടു ബി ലുക്കിംഗ് ഓൺ ദി ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്. എന്നിട്ട് അവൻ ഗ്രൗണ്ടിലേക്ക് ചുമ്മാ ഇങ്ങനെ താഴേക്ക് നോക്കി, എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള രീതിയിൽ അവൻ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു. പ്രിറ്റൻഡഡ് എന്ന് പറഞ്ഞാൽ നടിക്കുക, അഭിനയിക്കുക എന്നാണ് മീനിങ്. സോ ഹി ലുക്ക് ഓൺ ദി ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്, എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി. ദെൻ ഹി വെന്റ് ടുവേർഡ്സ് ദി മാർക്കറ്റ്. എന്നിട്ട് അവൻ എവിടേക്ക് പോയി? ആ ചന്തയിലേക്ക് തന്നെ പോയി. ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദ നോയ്സി ക്രൗഡ്. സൂൺ ദ സ്ക്വയേഴ്സ് വാസ് ഡിസേർട്ടഡ്. അവിടെ ആളുകളെല്ലാം കൂടി നിൽപ്പുണ്ടായിരുന്നു. ആ ആളുകളെല്ലാം ഓരോ സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. ഡിസേർട്ടഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പോവുക എന്നാണ് മീനിങ്. ഡിസേർട്ടഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉപേക്ഷിക്കപ്പെട്ടാന്നാണ് മീനിങ്. എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ ചന്തയിൽ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ പാട് നോക്കി വീട്ടിലേക്ക് പോകാറുണ്ട്. ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദ നോയ്സി ക്രൗഡ്. അങ്ങനെ അവനും ആ ഒരു ബഹളം നിറഞ്ഞ അന്തരീക്ഷത്തിൽ അകപ്പെട്ടുപോയി. അറ്റ് ദ ടവേൺ ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ടവേൺ ആണ്. ടവേൺ എന്ന് പറഞ്ഞാൽ ഒരു കള്ളുഷാപ്പ്. ആ ഒരു കള്ളുഷാപ്പിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആൻഡ് ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. ആ ഒരു കള്ളുഷാപ്പിൻ്റെ ഹാളിൽ നിറച്ചും ആളുകൾ എന്ത് ചെയ്യാണ്? കഴിക്കുകയാണ്. എ അപ്പറ്റൈസിങ് ഓർഡർ ഓഫ് റോസ്റ്റ് മീറ്റ് റോസ് ഫ്രം ദി ഹേർത്ത് എന്ന് പറഞ്ഞാൽ, അപ്പറ്റൈസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ നല്ല വിശന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തിൻ്റെങ്കിലും ഒരു സ്മെല്ലടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? കുറച്ചുകൂടി വിശപ്പ് കൂടുമോ കുറയോ? കൂടും അല്ലേ? അപ്പോൾ അപ്പറ്റൈസിങ് എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പുണർത്തുന്ന രീതിയിലുള്ളൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ മണം ആ ഒരു കള്ളുഷാപ്പിൻ്റെ അടുപ്പിൽ നിന്നും ഉയർന്നു വന്നു. അത് എന്തിൻ്റെ മണമായിരുന്നു? ഇറ്റ്സ് റോസ്റ്റ് മീറ്റ് അല്ലേ? വറുക്കുന്ന ഇറച്ചിയുടെ ആ ഒരു മണമായിരുന്നു. പൊരിച്ച കോഴിയുടെ മണം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതേപോലെ വറുക്കുന്ന ഒരു ഫ്രൈ ചെയ്യുന്ന മീറ്റിൻ്റെ ഒരു സ്മെല്ലാണ് അവിടെ മൊത്തം പരന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ മണമൊക്കെ അവനും കിട്ടി. സോ നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. അപ്പോൾ ആ ഒരു മണം എവിടെ നിന്നാണ് വന്നത്? ഹെർത്തിൽ നിന്നാണ്. ഹെർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പിൽ നിന്ന്. ഏതിൻ്റെ അടുപ്പ്? ആ ടവേണിലെ അടുപ്പിൽ നിന്ന് ഇങ്ങനെ വറുത്ത ഇറച്ചിയുടെ മണം ഇങ്ങനെ വായുവിൽ സ്പ്രെഡ് ചെയ്തു. വിച്ച് മേഡ് എവറിബഡീസ് മൗത്ത് വാട്ടർ. ഈ ഒരു മണം അവിടെ എല്ലാം സ്പ്രെഡ് ചെയ്തപ്പോഴേക്കും ആളുകളുടെ വായിൽ വെള്ളം വന്നു. ദ ഡിഷസ് വെയർ പാസ്ഡ് ആൻഡ് എംപ്റ്റീഡ്. അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് ഓടിക്കയറിയതും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചതും. സോ ദ ഡിഷസ് വെയർ പാസ്ഡ് ആൻഡ് എംപ്റ്റീഡ് ആസ് വെയർ ദ ജഗ്സ് ഓഫ് സിഡർ. ഒരു കുടം കള്ളൊക്കെ ആളുകൾ ഒറ്റയടിക്ക് കുടിക്കാനൊക്കെ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഷസ് ആ കള്ളുഷാപ്പിലുണ്ടായിരുന്നു. ആ ഡിഷെല്ലാം എംറ്റി ആയി, എല്ലാം ശൂന്യമായി. ഇത്രത്തോളം ആൾക്കാർ ആ മണം കേട്ടിട്ട് അവിടേക്ക് കയറി കള്ളും അതുപോലെ തന്നെ മറ്റു ഭക്ഷണങ്ങളും കഴിച്ചു തീർത്തു. ദ പെസൻസ് ഡിസ്കസ് ദ ക്രോപ്സ് ആൻഡ് ദെയർ പർച്ചേസസ് ആൻഡ് സെയിൽസ്.
അവിടെ കൂടി വന്നവരിൽ കൂടുതൽ ആൾക്കാരും കർഷകരായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? ദി ക്രോപ്സ്, വിളകളെ കുറിച്ച്, ആൻഡ് ദെയർ പർച്ചേസസ് ആൻഡ് സെയിൽസ്, വിളകൾ ഓരോന്ന് വിത്തൊക്കെ വാങ്ങുന്നതും വിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തിരുന്നു കള്ളു കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത്. The weather was favorable for the green things but not for the wheat. എന്നിട്ട് അവർ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? The weather എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥ. ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഗ്രീൻ തിങ്സിന്, അതായത് പല സസ്യങ്ങൾക്കും ഫേവറബിൾ ആണെങ്കിലും വീറ്റിന് എന്തല്ല, ഫേവറബിൾ അല്ല. ഗോതമ്പിന് ഇത് നല്ല കാലാവസ്ഥയല്ല, മറ്റതിനൊക്കെ നല്ല കാലാവസ്ഥയാണ് എന്നൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത്. Suddenly, the drum beat in the courtyard outside the tavern. പെട്ടെന്ന് ആ കള്ളിഷാപ്പിന്റെ മുറ്റത്ത് ഒരു ഡ്രമ്മിന്റെ ബീറ്റ് കേട്ടു. ഒരു ഡ്രമ്മിന്റെ സൗണ്ട് കേട്ടു. Everybody rose. എല്ലാവരും എഴുന്നേറ്റു. Except a few. കുറച്ചു പേരൊഴികെ ബാക്കി എല്ലാവരും എഴുന്നേറ്റു. And ran to the door or to the windows. എല്ലാവരും വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. കുറച്ച് ആൾക്കാർ എന്തോ നോക്കി? ഡോറിന്റെ അവിടേക്ക് ഓടി വന്നു. their mouth still full. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വായിലകത്ത് ഇപ്പോഴും എന്തുണ്ട്? ഫുഡ് ഐറ്റംസ് ഉണ്ട്. അവർ വായിൽ നിന്ന് ഇറക്കിയിട്ടില്ല. വായിൽ എപ്പോഴും ഫുഡ് വെച്ചുകൊണ്ടാണ് അവർ ഓടി വന്നത്. എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഓടി വന്നത്. After the public crier had ceased his drum beating, he called out in a jerky voice. ഓക്കെ, പബ്ലിക് ക്രയർ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ നിലവിളി എന്നാണ് അർത്ഥം. ഓക്കെ, പബ്ലിക് ക്രയർ, പൊതുജനങ്ങളുടെ നിലവിളി. ഇങ്ങനെ ഇത്തരത്തിൽ എന്തോ ഒരു ശബ്ദം, ഈ ജനങ്ങൾ എന്തോ അലറി വിളിക്കുന്നതായിട്ടൊക്കെ ആര് കേട്ടു? ഈ കള്ളുഷാപ്പിന് അകത്തിരുന്നവർ കേട്ടു. ഓക്കെ, ആൻഡ് സീസ്ഡ് എന്ന് പറഞ്ഞാൽ നിർത്തി, ജർക്കി വോയിസ് എന്ന് പറഞ്ഞാൽ പതിഞ്ഞ ശബ്ദത്തിൽ. ഓക്കെ, ആഫ്റ്റർ ദ പബ്ലിക് ക്രയർ ഹാഡ് സീസ്ഡ് ഹിസ് ഡ്രം ബീറ്റിംഗ്. ആ ഒരു ഡ്രം ബീറ്റിങ്ങിന്റെ സൗണ്ട് നിന്നപ്പോഴേക്കും പബ്ലിക് ക്രയർ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ നിലവിളിയും ഉണ്ടായി. അയ്യോ, അവിടെ എന്താ സൗണ്ട് കേട്ടേ എന്നുള്ള രീതിയിലുള്ള ആ ഒരു സംസാരങ്ങളാണ് ഇവിടെ നിലവിളിയായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹി കോൾഡ് ഔട്ട് ഇൻ എ ജേർക്കി വോയിസ്. ഒരു പതിഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിക്കാൻ തുടങ്ങി. ആരാണ്? നമ്മുടെ ഹോഷ്കോം. എന്താണ് കാര്യം എന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ ആൻസർ പറയാണ്, ദിസ് ഈസ് hereby made known to the inhabitants of ഗോഡ്രിവില്ലി. അവിടെ അനൗൺസ്മെന്റ് ആണ് നമുക്ക് അതിന് മറുപടിയായിട്ട് കേൾക്കുന്നത്. ദിസ് ഈസ് hereby made known to the inhabitants of ഗോഡ്രിവില്ലി. അതായത് ഗോഡ്രിവില്ലി എന്ന് പറയുന്ന പ്ലേസിലെ ജനങ്ങളെ, ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളെയാണ് ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസന്റ് അറ്റ് ദി മാർക്കറ്റിൽ വന്നിരിക്കുന്ന എല്ലാ ആളുകളും, ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാലും ഇങ്ങനെയല്ല അനൗൺസ്മെന്റ് പറയുന്നത്. അപ്പോൾ എല്ലാവരും, മാർക്കറ്റിൽ വന്നവരും ടൗണിലിരിക്കുന്നവരും എല്ലാവരും, ഈ ഒരു ഗോഡ്രിവില്ലി ഗ്രാമവാസികളെ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും, ദർ വാസ് ലോസ്റ്റ് ദിസ് മോർണിംഗ് ഓൺ ദി റോഡ്. ഇന്ന് രാവിലെ റോഡിൽ ഒരു കാര്യം നഷ്ടപ്പെട്ടു. എന്താണ് നഷ്ടപ്പെട്ടത്? ബിറ്റ്വീൻ 9 and 10 o'clock. രാവിലെ ഒരു 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു. എന്താണത്? എ ബ്ലാക്ക് ലെതർ പോക്കറ്റ് ബുക്ക്. ഒരു കറുത്ത ലെതറുള്ള ഒരു പോക്കറ്റ് ബുക്കാണ് നഷ്ടപ്പെട്ടത്. കണ്ടെയ്നിങ് 500 francs. അതിനകത്ത് 500 രൂപ. ഫ്രാങ്ക്സ് എന്ന് പറയുന്നത് ഫ്രഞ്ചിലെ, ഇത് ഫ്രാൻസിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ റുപ്പീസിനെയാണ് ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 500 ഫ്രാങ്ക്സ് അതിനകത്തുണ്ടായിരുന്നു, അതും നഷ്ടമായിട്ടുള്ളത്. ആൻഡ് സം ബിസിനസ് പേപ്പേഴ്സ്. അതുകൂടാതെ കുറച്ച് ബിസിനസ് പേപ്പേഴ്സും പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അനൗൺസ്മെന്റിൽ പറയുന്നത്? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കൂ. ഇന്ന് രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് റോഡിൽ എന്തോ നഷ്ടപ്പെട്ടു. എന്താണ് നഷ്ടപ്പെട്ടത്? കറുത്ത ലെതർ കൊണ്ട് നിർമ്മിച്ച ഒരു പോക്കറ്റ് ബുക്കും അതിനകത്തുള്ള 500 ഫ്രാങ്ക്സും അതുപോലെ തന്നെ കുറച്ച് ബിസിനസ് പേപ്പേഴ്സുമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. The finder is requested to return the same with all haste to the mayor's office. ആർക്കെങ്കിലും ഈ ഒരു സാധനം, ഈ ഒരു പോക്കറ്റ് ബുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ, ഓൾ ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ ധൃതിയിൽ, എത്രയും പെട്ടെന്ന് തന്നെ ആരുടെ ഓഫീസിൽ എത്തിക്കണം? ആ ഗ്രാമത്തിലെ മേയറുടെ ഓഫീസിൽ എത്തിക്കണം. There will be 20 francs reward. അങ്ങനെ കൊണ്ടുതരുന്ന ആൾക്ക് എന്ത് നൽകാം? 20 ഫ്രാങ്ക്സ് റിവാർഡായിട്ട് നൽകാം എന്നാണ് ആ ഒരു അനൗൺസ്മെന്റ്. ഈ ഒരു അനൗൺസ്മെന്റ് ആ കള്ളുഷാപ്പിൽ ഇരിക്കുന്ന എല്ലാവരും കേട്ടു, മാർക്കറ്റിൽ വന്നിരിക്കുന്ന എല്ലാവരും കേട്ടു. Then the man went away and the peasants began to talk of this event. അങ്ങനെ ആ മനുഷ്യൻ വന്ന് അനൗൺസ് ഒക്കെ ചെയ്തിട്ട് പോയപ്പോഴത്തേക്കും ഈ കർഷകര് ഈ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ചർച്ച അവിടെ നടക്കും. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നു. They discussed the chances of finding or not finding the pocket book.
അവരെന്തിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്? ഈ പോക്കറ്റ് ബുക്ക് എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക, ഇതിനിപ്പോൾ എവിടെ നിന്നായിരിക്കും കിട്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെ, അത് കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭാഷണങ്ങൾ അവർക്കിടയിലുണ്ടായി. They were finishing their coffee when a chief of the gendarmes appeared. ജെൻഡാർമീസ് എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസേഴ്സ് ആണേ. അവരുടെ ആ ഒരു കോഫിയും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിച്ച് തീർക്കുന്നതിന് മുന്നേ തന്നെ ജെൻഡാർമീസ് അപ്പിയേർഡ്, അവിടെ ഒരു പോലീസ് ഓഫീസർ വന്നു. ആംഡ് പോലീസ് ഓഫീസേഴ്സിനെയാണ് നമ്മൾ ജെൻഡാർമീസ് എന്ന് പറയുന്നത്. ഹി എൻക്വയർഡ്, ആ പോലീസ് ഓഫീസർ ചോദിക്കുകയാണ്, ഈസ് മിസ്റ്റർ ഹോച്ച്കം ഹിയർ? ഇവിടെ ഹോച്ച്കം എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്നാണ് പോലീസ് ഓഫീസർ ചോദിച്ചത്. ഹോച്ച്കം seated at the other end of the table replied, here I am. ഹോച്ച്കം അങ്ങ് ഞെട്ടിപ്പോയി. ഹോച്ച്കം ആ ഒരു ടേബിളിന്റെ അപ്പുറത്തെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഹോച്ച്കം പറയോ, ഹിയർ ഐ ആം, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ദ ഓഫീസർ റിസ്യൂംഡ്, ഓഫീസർ ബാക്കി പറയുകയാണ്, മിസ്റ്റർ ഹോച്ച്കം, വിൽ യു പ്ലീസ് അക്കമ്പനി മീ ടു ദ മേയേഴ്സ് ഓഫീസ്? താങ്കൾക്ക് എന്നോടൊപ്പം മേയറിന്റെ ഓഫീസിലേക്ക് വരാവോ ഹോച്ച്കം എന്ന് ചോദിക്കുകയാണ്. The mayor would like to talk to you. മേയർക്ക് താങ്കളോട് എന്തോ സംസാരിക്കാനുണ്ട്, താങ്കൾക്ക് എന്നോടൊപ്പം എവിടേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. മേയറിന്റെ ഓഫീസിലേക്ക് വരാൻ പറ്റുമെന്ന് പോലീസ് ഓഫീസർ ഹോച്ച്കമ്മിനോട് ചോദിച്ചു. ഓക്കെ, അക്കമ്പനി എന്ന് പറഞ്ഞാൽ കൂടെ, ഒപ്പം എന്നൊക്കെയാണ് മീനിങ്. ദ പെസന്റ്, ഈ നമ്മുടെ ഹോച്ച്കം ഒരു പെസന്റ് ആണല്ലേ. സർപ്രൈസ്ഡ്, അത്ഭുതപ്പെട്ടു പോയി. ആൻഡ് ഡിസ്റ്റർബ്ഡ്, വളരെ ഡിസ്റ്റർബായി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഡിസ്റ്റർബ് ആയെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കിയേ. ആൻഡ് സെറ്റ് ഔട്ട് റിപ്പീറ്റിംഗ്, എന്നിട്ട് പറഞ്ഞു, ഹിയർ ഐ ആം, ആ ഞാനിവിടെ ഉണ്ട്. അങ്ങനെ ഒരു നെർവസ് ആയിട്ട് അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ബിഹേവ് ചെയ്യാൻ തുടങ്ങി. ഹിയർ ഐ ആം, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ എന്തിനായിരിക്കും പോലീസ് വിളിച്ചതെന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലൂടെ ആയിരിക്കും അദ്ദേഹം അങ്ങനെ സംസാരിച്ചത്. അങ്ങനെ അവരെവിടെ പോയി കാണും, മേയറിന്റെ ഓഫീസിൽ പോയി കാണും അല്ലേ. ദ മേയർ വാസ് അവൈറ്റിംഗ് ഹിം, മേയർ അവിടെ ഇവരെ കാത്തിരിക്കുകയാണ്, ഈ പോലീസ് ഓഫീസറിനെയും അതുപോലെ തന്നെ ഹോച്ച്കമ്മിനെയും കാത്തിരിക്കുകയാണ്. സീറ്റഡ് ഓൺ ആൻ ആം ചെയർ, ദ മേയർ എവിടെയാണ് ഇരിക്കുന്നത്, ആം ചെയറിലാണ് ഇരിക്കുന്നത്. ഹി വാസ് എ സ്റ്റൗട്ട് സീരിയസ് മാൻ, അദ്ദേഹം വളരെ കർക്കശക്കാരനായ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ഈ മേയർ എന്ന് പറയുന്നത്. ഹു സ്പോക്ക് ഇൻ പോംബസ് ഫ്രേസസ്, അദ്ദേഹം സംസാരിക്കുന്നത് വളരെ പൊങ്ങച്ചം നിറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലും സംസാരിക്കുന്നത് ഈ മേയർ. ഓക്കെ, മേയർ എന്ന് പറയുന്നത് പോംബസ് ഫ്രേസസ് യൂസ് ചെയ്യുന്ന ആളാണ്. പോംബസ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം നിറഞ്ഞ വാക്കുകൾ. മിസ്റ്റർ ഹോച്ച്കം said he, you were seen this morning to pick up on the road the lost pocket. ഓക്കെ, അപ്പോൾ ചോദിക്കുകയാണ്, മിസ്റ്റർ ഹോച്ച്കം, താങ്കൾ ഇന്ന് രാവിലെ ഈ റോഡിൽ നിന്ന് എന്തോ എടുക്കുന്നത് കണ്ടല്ലോ, എന്നിട്ട് താങ്കൾ അത് ഒളിപ്പിച്ചു വെക്കുന്നതൊക്കെ കണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ദ കൺട്രിമാൻ വാസ് അസ്റ്റൗണ്ടഡ്, ഇത് കേട്ടതും ആ കൺട്രിമാൻ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസി, വെറും ഗ്രാമവാസി ആയിട്ടുള്ള നമ്മുടെ ഹോച്ച്കം ഒരു പെസന്റ് ആണല്ലോ, കർഷകനാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അസ്റ്റൗണ്ടഡ്, അത്ഭുതപ്പെട്ടു. ആൻഡ് ഹി ലുക്ക്ഡ് അറ്റ് ദ മേയർ, എന്നിട്ട് അത്ഭുതത്തോടു കൂടി മേയറിനെ നോക്കി. ഹി വാസ് ടെറിഫൈഡ് ബൈ ദി സസ്പീഷൻ റെസ്റ്റിംഗ് ഓൺ ഹിം, തന്നെയാണല്ലോ എല്ലാവരും സംശയിക്കുന്നത് എന്നുള്ള രീതിയിൽ ഹോച്ച്കം നമ്മുടെ മേയറിനെ നോക്കി. മീ പിക്ക് അപ്പ് ദ പോക്കറ്റ് ബുക്ക്, ഞാനാണോ പോക്കറ്റ് ബുക്ക് എടുത്തത്? അപ്പോൾ അതിന് ആൻസർ എന്താണ് പറയുന്നത്, യെസ് യുവർ സെൽഫ്, അതെ നീ തന്നെയാണ് എടുത്തത് എന്ന് മേയർ പറഞ്ഞു. വേർഡ് ഓഫ് ഓണർ, ഐ നെവർ ഹിയർഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അവൻ എന്താണ് പറയുന്നത് മറുപടിയായിട്ട്, ഞാൻ പറയട്ടെ, ഐ നെവർ ഹിയർഡ് ഓഫ് ഇറ്റ്, ഞാനിതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്ന് ആര് പറഞ്ഞു, നമ്മുടെ ഹോച്ച്കം പറഞ്ഞു. അപ്പോൾ മേയർ പറയാണ്, ബട്ട് യു വേർ സീൻ, പക്ഷെ നീ കണ്ടിരുന്നല്ലോ, നീ കേട്ടിട്ടില്ലെങ്കിലും നീ കണ്ടിരുന്നല്ലോ എന്നുള്ള രീതിയിൽ മേയർ ചോദിക്കുന്നു. അപ്പം അവൻ പറയാണ്, ഐ വാസ് സീൻ മീ, ഹൂ സേസ് ഹി സ്വാ മീ, ആര് കണ്ടെന്നാ ഈ പറയുന്നത്, എന്നെ കണ്ടെന്നോ, ആര് കണ്ടെന്നാണ് ഈ പറയുന്നത്, ഹൂ സേസ് ഹി സ്വാ മീ, ആരാ പറഞ്ഞത് എന്നെ കണ്ടെന്ന്. അപ്പം മേയർ പറയാണ്, മിസ്റ്റർ മലൻഡെയിൻ ദ ഹാർനസ് മേക്കർ. ഹാർനസ് എന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരാളാണ് മലൻഡെയിൻ. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു, തറയിൽ കിടക്കുന്ന ആ ഒരു കമ്പി എടുത്ത് ചുരുട്ടി കൈ പിടിച്ച് പോക്കറ്റിൽ ഇട്ടപ്പോഴേക്കും വാലന്റൈൻ എന്ന് പറയുന്ന തന്റെ ശത്രു കണ്ടതായിട്ട് ഹോച്ച്കമ്മിന് അറിയാം. അപ്പോൾ ഹോച്ച്കമ്മ ചിന്തിക്കുകയാണ് മലന്റൈൻ ആണോ പറഞ്ഞതെന്ന്. അപ്പോൾ മേയറും അത് തന്നെയാണ് പറയുന്നത്, മിസ്റ്റർ മലന്റൈൻ ദ ഹാർനസ് മേക്കർ, അയാളാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ദ ഓൾഡ് മാൻ റിമെമ്പേർഡ്, ഓൾഡ് മാൻ അപ്പം ചിന്തിച്ചു. അണ്ടർസ്റ്റുഡ് ആൻഡ്
ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. ഓൾഡ് മാൻ എന്ത്, ഈ ഒരു ഹോച്ച്കം എന്ന് പറയുന്നത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരു പെസൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ മുഖമൊക്കെ ഫ്ലഷായി. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ചുവന്ന് തുടുത്തു, ദേഷ്യം കൊണ്ട് ചുവന്ന് തുടുത്തു. അവൻ കണ്ടത് എന്താണ്, ഞാൻ തറയിൽ നിന്ന് കമ്പി എടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കൊള്ളാവോ എന്നുള്ള രീതിയിലാണ് അവിടെ ഒരു ദേഷ്യം ആരുടെ മനസ്സിലുണ്ടായത്, ഹോച്ച്കമ്മിൻ്റെ മനസ്സിലുണ്ടായത്. he saw me pick up this string here, your honor. ഞാൻ ഈ സ്ട്രിങ് ഇവിടെ നിന്ന് എടുക്കുന്നത് അവൻ കണ്ടിരുന്നോ, യുവർ ഓണർ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് റമ്മാഗിങ് ഇൻ ഹിസ് പോക്കറ്റ്. റമ്മാഗിങ് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങൽ എന്നാണ് ശരിക്കുള്ള മീനിങ്. ഞാനിത് പോക്കറ്റിലേക്ക് എടുത്തിട്ട് ചുറ്റിക്കറങ്ങുന്നതായിട്ടൊക്കെ അവൻ കണ്ടോ. ആൻഡ് ഹി ഡ്രൂ ഔട്ട് ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്. ഞാൻ ഇതാ എടുത്തതെന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്നും ആ ഒരു ചെറിയ കമ്പി കഷ്ണം എടുത്ത് ആരെ കാണിച്ചു, മേയറിനെ കാണിച്ചു. ഞാൻ ഇതാണ് എടുത്തത്, ഇത് ഞാൻ പോക്കറ്റിലിട്ട് ചുറ്റിക്കറങ്ങുന്നതൊക്കെയാണോ അവൻ താങ്കളോട് പറഞ്ഞു തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഹോച്ച്കമ്മ മേയറിനോട് ആൻസർ പറഞ്ഞു. ബട്ട് ദ മേയർ ഇൻക്രെഡുലസ് ഷോക്ക് ഹിസ് ഹെഡ്. പക്ഷേ മേയർ അതൊന്നും വിശ്വസിച്ചില്ല. ഒരു കമ്പി എടുത്ത് കാണിച്ചിട്ടൊന്നും മേയർ അത് വിശ്വസിച്ചില്ല. മേയർ എന്താണ് വിചാരിച്ചത്, ഇവൻ കള്ളം പറയുകയാണെന്നാണ് വിചാരിച്ചത്. ഇൻക്രെഡുലസ് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായ, വിശ്വസിക്കാൻ പറ്റുന്നില്ല ആർക്ക്, മേയർക്ക്. You will not make me believe, Mr. Hodgcombe, that Mr. Malendane, who is a man worthy of credence. Credence എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യോഗ്യനായ ഒരാളാണ് നമ്മുടെ മെലൻഡെയിൻ എന്ന് പറയുന്ന ആള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹോച്ച്കം, അല്ലാതെ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കത്തില്ല. യു വിൽ നോട്ട് മേക്ക് മീ ബിലീവ്. നീ എന്നെ വിശ്വസിപ്പിക്കാനൊന്നും നോക്കണ്ട ഹോച്ച്കം. മിസ്റ്റർ മലൻഡെയിൻ എന്ന് പറയുന്ന ആൾ വളരെ ക്രെഡൻസ് ആണ്. ക്രെഡൻസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യോഗ്യനായ ആളാണ്. അയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. മിസ്റ്റേക്ക് ദിസ് കോഡ് ഫോർ എ പോക്കറ്റ് ബുക്ക്. നീ എന്താ പറഞ്ഞത്, ഈ ഒരു സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളെന്നോ? പോക്കറ്റ് ബുക്ക് തന്നെയായിരിക്കും നീ എടുത്തിരിക്കുന്നത്. ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദ ഒബ്ജക്റ്റ് യു സ്റ്റൂഡ് ദയർ ലുക്കിംഗ് എ ലോങ് വൈൽ ഇൻ ദ മഡ് ടു സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫാളൻ ഔട്ട്. നീ ഈ കമ്പിയാ എടുത്തതെന്ന് പറയുന്നതെങ്കിൽ നീ ഇതെടുത്ത് ഒളിപ്പിച്ചതിന് ശേഷം നീ വീണ്ടും എന്തിനാണ് മണ്ണിലേക്ക് നോക്കിയത്? മഡ് എന്ന് പറഞ്ഞാൽ ചെളി. ചെളിയിലേക്ക് നീ വീണ്ടും എന്തിനാണ് നോക്കിയത്? സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫാളൻ ഔട്ട്. എന്തെങ്കിലും പൈസ എങ്ങാനും കളഞ്ഞ് കിട്ടുമോ എന്നുള്ള രീതിയിലാണോ നീ നോക്കിയത് എന്നും കൂടി ചോദിച്ചു. ദ ഗുഡ് ഓൾഡ് മാൻ ചോക്ഡ് വിത്ത് ഇൻഡിഗ്നേഷൻ ആൻഡ് ഫിയർ. നമ്മുടെ ആ ഒരു ഗുഡ് ഓൾഡ് മാൻ എന്ത് ചെയ്തു? നമ്മുടെ ഹോച്ച്കം ഒരു പാവാണല്ലേ, അദ്ദേഹം വളരെ ചോക്ഡ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതെല്ലാം കേട്ടിട്ട് അങ്ങ് ശ്വാസം മുട്ടി. ചോക്ഡ് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുക, ചോക്ഡ് വിത്ത്. ആൻഡ് ഇൻഡിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ രോഷം, ആൻഡ് ഫിയർ പേടി. അപ്പോൾ നമ്മുടെ ഗുഡ് ഓൾഡ് മാൻ ചോക്ഡ് വിത്ത് ഇൻഡിഗ്നേഷൻ ആൻഡ് ഫിയർ, പേടിയും ആ ഒരു രോഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദേഷ്യം, നമ്മൾ ചെയ്യാത്തൊരു കാര്യം വേറൊരാൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതാണ് ഇൻഡിഗ്നേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഷവും ആ ഒരു പേടിയും കാരണം അദ്ദേഹം ശ്വാസം മുട്ടി. ഹൗ ക്യാൻ എനിവൺ ടെൽ സച്ച് ലൈസ് ടു ടേക്ക് അവേ ആൻ ഓണസ്റ്റ് മാൻസ് റെപ്യൂട്ടേഷൻ. ഒരു ആദരണീയനായ മനുഷ്യനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കള്ളങ്ങൾ ആർക്കിങ്ങനെ പറയാൻ സാധിക്കും എന്നൊക്കെ നമ്മുടെ ഹോച്ച്കം ഓർക്കുകയാണ്. ദർ വാസ് നോ യൂസ് ഇൻ ഹിസ് പ്രൊട്ടസ്റ്റിംഗ്. അയാൾ ഇതെല്ലാം പറഞ്ഞ് എതിർക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ സ്ട്രിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറൊന്നും എടുത്തിട്ടില്ല, മലൻഡെയിൻ നുണ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞു നോക്കുന്നു. പക്ഷേ ഇതൊന്നും ആര് കേൾക്കുന്നില്ല? മേയർ കേൾക്കുന്നില്ല. ദർ വാസ് നോ യൂസ് ഇൻ ഹിസ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എതിർക്കുക. അവൻ ഇങ്ങനെ എതിർത്ത് പറയുന്നതിലൊന്നും യാതൊരു ഉപയോഗവും ഉണ്ടായില്ല. നോബഡി ബിലീവ്ഡ് ഹിം. ആരും അവനെ വിശ്വസിച്ചില്ല. ഹി വാസ് കൺഫ്രണ്ടഡ് വിത്ത് മലൻഡെയിൻ. കൺഫ്രണ്ടഡ് എന്ന് പറഞ്ഞാൽ നേരിടുന്നു. അവൻ മലൻഡെയിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ. അറ്റ് ഹിസ് ഓൺ റിക്വസ്റ്റ് ഹോച്ച്കം വാസ് സെർച്ച്ഡ്. നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം. ഹോച്ച്കം തന്നെ പറഞ്ഞു, എന്തെങ്കിലും സാറിന് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഫുൾ അങ്ങ് പരിശോധിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ആ ഓഫീസേഴ്സ് ഫുള്ള് പരിശോധിച്ചു. നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം. അവൻ്റെ കയ്യിൽ നിന്നും ഒന്നും തന്നെ ലഭിച്ചില്ല. ഹോച്ച്കമ്മിൻ്റെ കയ്യിൽ നിന്നും ഒന്നും തന്നെ പോലീസുകാർക്ക് കിട്ടിയില്ല. ഫൈനലി ദ മേയർ വെരി മച്ച് പെർപ്ലെക്സ്ഡ്. അവസാനം ഇങ്ങനെ നോക്കി സെർച്ചൊക്കെ ചെയ്തിട്ട് മേയർക്ക് എന്തായി? വെരി മച്ച് പെർപ്ലെക്സ്ഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ്. വളരെയധികം കൺഫ്യൂഷനായിപ്പോയി. ഇതിനിപ്പോൾ ആരായിരിക്കും എടുത്തത്? മലൻഡെയിൻ പറയുന്നു നമ്മുടെ ഹോച്ച്കം എടുത്തെന്ന്, എന്നാൽ ഹോച്ച്കം പറയുന്നു എടുത്തില്ല എന്ന്. ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടും ഒരു തുമ്പും കിട്ടിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മേയർ വളരെയധികം പെർപ്ലെക്സ്ഡായി, കൺഫ്യൂസ്ഡായി. ആൻഡ് ഡിസ്ചാർജ്ഡ് ഹിം. എന്നിട്ട് അവനെ എന്ത് ചെയ്തു? അവിടെ നിന്ന് ആ പോലീസ് ഓഫീസിൽ നിന്നും പറഞ്ഞു വിട്ടു. നമ്മുടെ ഹോച്ച്കമ്മിനെ പറഞ്ഞു വിട്ടു. ആസ് ഹി ലെഫ്റ്റ്
the mayor's office, the old man was surrounded and questioned by the villagers. ആ മേയറിന്റെ ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന വഴിയിൽ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഇവനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. എവിടെ പോയതാ, എന്തിനു വിളിച്ചതാ, അങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് കാണുമല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആ വില്ലേജേഴ്സ് ഇവനോട് ചോദിക്കാൻ തുടങ്ങി. ഹി ബിഗാൻ ടു ടെൽ ദ സ്റ്റോറി ഓഫ് ദി സ്ട്രിങ്. അവൻ എന്ത് ചെയ്തു, അവരോടൊക്കെ നടന്ന കഥ അതുപോലെ പറയാൻ തീരുമാനിച്ചു. സോ ഹി ബിഗാൻ ടു ടെൽ ദ സ്റ്റോറി ഓഫ് ദി സ്ട്രിങ്. ആ കമ്പി എടുത്തതിന്റെ ആ ഒരു സ്റ്റോറി അവൻ പറയാൻ തുടങ്ങി. നോ വൺ ബിലീവ്ഡ് ഹിം. അവനെ ആരും തന്നെ വിശ്വസിച്ചില്ല. ദേ ലാഫ്ഡ് അറ്റ് ഹിം. എല്ലാവരും അവനെ നോക്കി ചിരിച്ചു. ഹി വെന്റ് അലോങ്. അവൻ മുന്നോട്ട് പോയി. ആൻഡ് സ്റ്റോപ്ഡ് ഹിസ് ഫ്രണ്ട്സ് ഷോയിങ് ഹിസ് പോക്കറ്റ് ടേൺഡ് ഇൻസൈഡ് ഔട്ട് ടു പ്രൂവ് ദാറ്റ് ഹി ഹാഡ് നത്തിങ്. അവൻ്റെ പോക്കറ്റ് പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തു. അവൻ്റെ ഫ്രണ്ട്സിനും അയൽക്കാർക്കും ഒക്കെ കാണിച്ചു കൊടുത്തു. ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞാൻ ഇതേപോലെയുള്ള പോക്കറ്റ് ബുക്കൊന്നും എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ അവൻ തെളിയിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. പ്രൂവ് ദാറ്റ് ഹി ഹാഡ് നത്തിങ്. അവൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് അവൻ പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ പാടുപെടുകയാണ്. ദേ സെഡ് ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട്. അവൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ അവനെ എന്ത് ചെയ്തു, ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തത്. ഓൾഡ് റാസ്കൽ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അവനെ എന്ത് ചെയ്തു, അവർ പുറത്താക്കി. ദ നെക്സ്റ്റ് ഡേ അബൌട്ട് 1 o'clock in the afternoon, an employee in a shop returned the pocket book. പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴേക്കും ഒരു ഷോപ്പിലെ ജോലിക്കാരൻ അവിടേക്ക് ഒരു പോക്കറ്റ് ബുക്ക് കൊണ്ടുവന്നു. ദ മാൻ ക്ലെയിംഡ് ടു ഹാവ് ഫൗണ്ട് ദ ഒബ്ജക്റ്റ് ഇൻ ദ റോഡ്. അവൻ പറയുന്നത് എന്താണ്, ആ ജോലിക്കാരൻ പറയുന്നത് എനിക്കിത് റോഡിൽ കിടന്ന് കിട്ടിയതാണ് ഈ പോക്കറ്റ് ബുക്ക് എന്നാണ് പറയുന്നത്. നോട്ട് നോയിങ് ഹൗ ടു റീഡ് he had given it to his employer. അവനത് വായിക്കാനൊന്നും അറിയത്തില്ല. ആ ഒരു പോക്കറ്റ് ബുക്കിൽ എന്താണെന്നോ ഒന്നും അവൻ അറിയത്തില്ല. വായിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ എംപ്ലോയർക്ക് കൊടുത്തു. അവൻ അവൻ്റെ മുതലാളിക്ക് കൊണ്ട് കൊടുത്തു. ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദ നെയ്ബർഹുഡ്. ആ ഒരു ന്യൂസ് ആ ഒരു അയൽപക്കത്തെല്ലാം പടർന്നു. ഹോഷ്കം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. ഹോഷ്കം തന്നെ പറയാൻ തുടങ്ങി, അങ്ങനെ ആ ഒരു കളഞ്ഞുപോയ ബുക്ക് കിട്ടിയിട്ടുണ്ടേ, അത് വേറൊരാളാണേ കൊണ്ടുവന്നത്. ഏതോ ഒരു എംപ്ലോയിയുടെ കയ്യിൽ അത് തറയിൽ കിടന്ന് കിട്ടി. ആ എംപ്ലോയി കൊണ്ടുവന്ന് ആ എംപ്ലോയറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാനല്ല കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ഹോഷ്കമ്മ പറഞ്ഞു. അപ്പോൾ ഹോഷ്കമ്മ വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. ഹി ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. തൻ്റെ സ്റ്റോറിക്ക് ഒരു ഹാപ്പി ക്ലൈമാക്സ് ഉണ്ടതായിട്ട് നമ്മുടെ ഹോഷ്കമ്മിന് തോന്നി. സോ ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. ആ ഒരു സ്റ്റോറി അവൻ ഒന്നുകൂടെ എന്ത് ചെയ്തു, റീകൗണ്ട് ചെയ്ത ആളുകളോട് പറയാനായിട്ട് തുടങ്ങി. ഹി വാസ് ഇൻ ട്രയംഫ്. ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിക്ടറി എന്നാണ് അർത്ഥം, ജയം. അങ്ങനെ ലാസ്റ്റ് അവന് തന്നെ ജയം ഉണ്ടായതായിട്ട് അവന് ഫീൽ ചെയ്തു. ഹി ടോക്ക്ഡ് ഓഫ് ഹിസ് അഡ്വഞ്ചർ ഓൾ ഡേ എലോങ്. അവൻ എന്ത് ചെയ്തു, അവൻ്റെ ആ ഒരു സാഹസികത നിറഞ്ഞ ആ ഒരു ജീവിതത്തെ പറ്റിയിട്ട് ഓരോ ദിവസവും ഓരോരുത്തരോടും പറയാൻ തുടങ്ങി. ഹി ടോൾഡ് ഇറ്റ് ഓൺ ദ ഹൈവേ ടു പീപ്പിൾ ഹൂ വെയർ പാസിംഗ് ബൈ. ആ ഹൈവേയിലൂടെ ഏതെങ്കിലും ആളുകൾ പോവുകയാണെങ്കിൽ അവരോടൊക്കെ അവൻ്റെ കഥ അവൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇൻ ദ വൈൻ ഷോപ്പ് ടു പീപ്പിൾ ഹൂ വെയർ ഡ്രിങ്കിങ് ദെയർ. ഈ വൈൻ ഷോപ്പിലൊക്കെ പോകുമ്പം അവിടെ ആളുകളൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും, അവരോട് വരെ അവൻ്റെ കഥ അവൻ പറഞ്ഞു. എല്ലാവരും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ പറയുന്നത്. ആൻഡ് ടു പേഴ്സൺസ് കമ്മിങ് ഔട്ട് ഓഫ് ചർച്ചിൽ നിന്ന്, പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആളുകളോടും അവൻ കഥ പറഞ്ഞു. ആൻഡ് ദ ഫോളോവിങ് സൺഡേ, പിറ്റേ ദിവസം സൺഡേ ഒക്കെ ആയിരുന്നു, ആ ഒരു സൺഡേ സമയത്ത് പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന ആളുകളോടും അവൻ എന്ത് പറയാൻ തുടങ്ങി, തൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിലുള്ള സ്റ്റോറി പറയാൻ തുടങ്ങി. ഹി സ്റ്റോപ്ഡ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദം അബൌട്ട് ഇറ്റ്. എന്നിട്ട് അവൻ ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരെ വരെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരോട് വരെ ഈ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു. ഹി വാസ് കാം നൗ. ഇപ്പോൾ അവന് വളരെയധികം ശാന്തമാണ്. ആൻഡ് യെറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. എന്നിട്ട് അവൻ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട്. എന്തായിരിക്കാം അത്? പീപ്പിൾ ഹാർഡ് ദ എയർ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസൻഡ്. അവരിതെല്ലാം, ഈ ആളുകളൊക്കെ ഇതൊക്കെ കേട്ടിട്ടും അവനെ ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. പണ്ടിങ്ങനെ മോഷ്ടിച്ചതല്ലേ എന്നുള്ള രീതിയിൽ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് അവൻ ഡിസ്റ്റർബ് ആവുന്നത്. ദേ ഡിഡ് നോട്ട് സീം കൺവിൻസ്ഡ്. അവരൊരിക്കലും ഇവനെ വിശ്വസിച്ചിരുന്നില്ല. ഹി സീംഡ് ടു ഫീൽ ദാറ്റ് റിമാർക്സ് വെയർ ബീങ് മെയ്ഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അവൻ്റെ പിറകിൽ തന്നെയാണ് അവരെല്ലാവരും അവനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവനാണ് അന്ന് ആ ഒരു കാര്യം എടുത്തത് എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇപ്പോഴും സംസാരിക്കുന്നത്. ദ നെക്സ്റ്റ് ട്യൂസ്ഡേ, അടുത്ത ചൊവ്വാഴ്ച, ഹി വെന്റ് ടു ദ മാർക്കറ്റ് അറ്റ് ഗോഡർവില്ലി. ഗോഡർവില്ലി എന്ന് പറയുന്ന പ്ലേസിലെ ആ മാർക്കറ്റിലേക്ക് അവൻ പോയി. ജസ്റ്റ് ടു ഡിസ്കസ് ദ കേസ്. എന്തിനു വേണ്ടിയിട്ടാണ് അവൻ പോയത്? അവിടെ ചെന്ന ആളുകളോട് ഇതൊക്കെ എന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോയത്.
മെലൻറ്റൈൻ സ്റ്റാൻഡിങ് അറ്റ് ഹിസ് ഡോർ ബിഗാൻ ടു ലാഫ് ഓൺ സീയിങ് ഹിം പാസ്. നമ്മുടെ ഹോസ്കം അതുവഴി നടന്നു പോയപ്പോഴേക്കും മെലൻറ്റൈൻ അവൻ്റെ ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹി ബിഗാൻ ടു ലാഫ് ഓൺ സീയിങ് ഹിം പാസ്. ഇവൻ അതുവഴി നടന്നു പോയപ്പോഴത്തേക്കും മെലൻറ്റൈൻ ഇവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു, കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. When he was seated at the table in the tavern, he began to explain the affair. അങ്ങനെ എന്നിട്ട് ഈ ടവൺ എന്ന് പറഞ്ഞാൽ മദ്യശാല, ആ ഒരു ബാറിൽ ചെന്നിരുന്ന് മദ്യപിക്കുന്ന ആളുകളോടെല്ലാം ഇവൻ്റെ സ്റ്റോറി ഇങ്ങനെ പറയാൻ തുടങ്ങി. ഹി ബിഗാൻ ടു എക്സ്പ്ലെയിൻ ദ അഫെയർ. ഇവൻ്റെ സ്റ്റോറി മൊത്തവും പറയാൻ തുടങ്ങി. എ ഹോഴ്സ് ഡീലർ കോൾഡ് ഔട്ട് ടു ഹിം. അപ്പോഴേക്കും അവിടെ ഒരു ഹോഴ്സ് ഡീലർ വന്നു. അയാൾ എന്താണ് പറഞ്ഞത്? കം കം ഓൾഡ് ഫെലോ, ദാറ്റ്സ് ആൻ ഓൾഡ് ട്രിക്ക്, ഐ നോ ഓൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്ട്രിങ്. നീ മിണ്ടാതിരിക്ക്, നിന്റെ എല്ലാ കഥകളും എനിക്കറിയാം. ഓൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്ട്രിങ്, നിന്റെ ആ ഒരു ചെറിയ ആ ഒരു സ്ട്രിങ് കിട്ടിയില്ലേ നിനക്ക്, അതിൻ്റെ കഥകൾ വരെ എനിക്കറിയാം, നീ മിണ്ടാതിരുന്നേ എന്നുള്ള രീതിയിൽ ഹോഴ്സ് ഡീലറും അവനെ കളിയാക്കി. ഹോച്കം സ്റ്റാമേർഡ്, ഹോച്കം ഒന്ന് വിക്കിക്കൊണ്ട് പറഞ്ഞു. സ്റ്റാമേർഡ് എന്ന് പറഞ്ഞാൽ വിക്കിക്കൊണ്ട് പറഞ്ഞു. ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട്, പക്ഷെ ഇപ്പോൾ ആ പോക്കറ്റ് ബുക്ക് കിട്ടിയല്ലോ, പിന്നെന്തിനാ നിങ്ങൾ എന്നെ കളിയാക്കുന്നത്? ആ രീതിയിലാണ് ഹോച്കം വിക്കി പറഞ്ഞത്. അത്രയ്ക്ക് സങ്കടം അയാളുടെ ഉള്ളിലുണ്ട്. ദ അതർ മാൻ റിപ്ലൈഡ്. അപ്പോൾ ആ ഹോഴ്സ് ഡീലർ പറയാണ്, ഷട്ട് അപ്പ്, ദർ ഈസ് വൺ ദാറ്റ് ഫൈൻഡ്സ് ആൻഡ് ദർ ഈസ് വൺ ദാറ്റ് റിപ്പോർട്ട്സ്. അതായത് ഒരാൾ ആ ഒരു കാര്യം, ആ ഒരു പോക്കറ്റ് ബുക്ക് കണ്ടെത്തി, എന്നിട്ട് വേറൊരാളത് റിപ്പോർട്ട് ചെയ്തു. അറ്റ് എനി റേറ്റ് യു ആർ മിക്സ്ഡ് അപ്പ് വിത്ത് ഇറ്റ്. നിന്റെ കൂട്ടാളിയാണവൻ. മിക്സ്ഡ് അപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടാളി, അക്കംപ്ലൈസ് എന്ന് പറഞ്ഞാൽ കൂട്ടാളി എന്നാണ്. അറ്റ് എനി റേറ്റ് യു ആർ മിക്സ്ഡ് അപ്പ് വിത്ത് ഇറ്റ്. നീയും നിന്റെ കൂട്ടാളിയും കൂടിയാണ് ഇതൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷട്ട് അപ്പ്, നീ മിണ്ടാതിരിക്കണം എന്നാണ് ഈ ഒരു ഹോഴ്സ് ഡീലർ പറഞ്ഞത്. ദ പെസന്റ് stood choking and he understood. They accused him of having the pocket book returned by an accomplice. അതുകൊണ്ട് തന്നെ ആളുകൾ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്? ഇപ്പോഴും ആരോ ഒരാൾ പോക്കറ്റ് ബുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നു, മറ്റൊരാൾ പറയുന്നു ഇങ്ങനെ ഒരാൾ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നു. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിന്റെ തന്നെ കൂട്ടാളിയാണ്, അക്കംപ്ലൈസ് ആണ് ഇത് കൊണ്ടു കൊടുത്തതെന്നാണ് ഇവർ കരുതുന്നത്. ഹി ട്രൈഡ് ടു പ്രൊട്ടസ്റ്റ്. ഇതിനൊക്കെ എതിരെ ഇവൻ എതിർത്തു. ഓൾ ദ ടേബിൾ ബിഗാൻ ടു ലാഫ്. പക്ഷേ അവരൊന്നും ഇവന്റെ ഒരു വാചകം പോലും കേൾക്കാതെ എല്ലാവരും ചിരിച്ചു, കളിയാക്കി ചിരിച്ചു. ഹി കുഡ് നോട്ട് ഫിനിഷ് ഹിസ് ഡിന്നർ. അവൻ്റെ അത്താഴം കഴിക്കാൻ പറ്റിയില്ല, ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് വെന്റ് അവേ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ജേഴ്സ്. അവൻ എന്ത് ചെയ്തു? പരിഹാസത്തിനിടയിൽ പെട്ടുപോയി. മിഡ്സ്റ്റ് ഓഫ് ജേഴ്സ് എന്ന് പറഞ്ഞാൽ പരിഹാസകരുടെ ഇടയിൽ പെട്ടുപോയി. ഹി വെന്റ് ഹോം അഷെയിംഡ് ആൻഡ് ഇൻഡിഗ്നന്റ്. അവൻ എന്താണ് വീട്ടിലേക്ക് പോയത് എങ്ങനെയാണ്? വളരെ നിരാശയോടുകൂടി, അഷെയിംഡ് ആയിട്ട്, വളരെ നാണക്കേടുകൂടിയാണ് അവൻ അന്ന് വീട്ടിലേക്ക് പോയത്. ചോക്കിംഗ് വിത്ത് ആങ്കർ ആൻഡ് കൺഫ്യൂഷൻ. അവൻ്റെ ഉള്ളിൽ വളരെയധികം രോഷവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഹിസ് ഇന്നസെൻസ് വാസ് ഇമ്പോസിബിൾ ടു പ്രൂവ്. അവൻ്റെ ആ ഒരു നിഷ്കളങ്കത, ഇന്നസെൻസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ആ ഒരു നിഷ്കളങ്കത അവന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഹി വാസ് സ്ട്രിക്കൺ ടു ദ ഹാർട്ട് ബൈ ദ ഇൻജസ്റ്റിസ് ഓഫ് ദി സസ്പിഷൻ. അവനെ എല്ലാവരും എന്താണ് കാണുന്നത്? സസ്പെക്റ്റ് ആയിട്ടാണ് കാണുന്നത്, കുറ്റവാളിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് നീതി ലഭിക്കുന്നില്ല. ദെൻ ഹി ബിഗാൻ ടു റീകൗണ്ട് ദ അഡ്വഞ്ചർ അഗെയിൻ. അവൻ വീണ്ടും ഒരു സാഹസികത എടുക്കാൻ തീരുമാനിക്കുന്നു. പ്രൊലോങ്ങിങ് ഹിസ് ഹിസ്റ്ററി എവറി ഡേ. എല്ലാ ദിവസവും അവൻ്റെ ആ ഒരു കഥ അവൻ എല്ലാവരോടും പറയാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു. ഓക്കെ, ഈച്ച് ടൈം ഹി ആഡഡ് ന്യൂ റീസൺസ്, മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻസ്, മോർ സോളം ഓത്സ്. ഓരോ ദിവസവും അവൻ കൂടുതൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പുതിയ കാരണങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻ, വളരെ ഊർജ്ജത്തോടുകൂടി പ്രതികരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അവനെതിരായിട്ട് പറയുന്നവരെയും കളിയാക്കുന്നവരെയൊക്കെ എതിർക്കാനായിട്ട് ശ്രമിക്കുന്നു. എങ്ങനെയാണ് എതിർക്കുന്നതെന്ന് വെച്ചാൽ അവൻ മറുപടിയായിട്ടാണ്, അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പ്രൊട്ടസ്റ്റേഷനാണ് നടക്കുന്നത്. ദോസ് ആർ ലൈങ് എക്സ്ക്യൂസസ് ദേ സെഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. അവൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട്, ദോസ് ആർ ലൈങ് എക്സ്ക്യൂസസ്, കള്ളന്മാരല്ല ഓരോരോ എക്സ്ക്യൂസുകൾ പറയാറുണ്ടെന്ന്. ഇപ്പോഴും ആ ഒരു ജനങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? ഇവനാണ് കള്ളൻ എന്നാണ് വിശ്വസിക്കുന്നത്. ദ പീപ്പിൾ നൗ മേഡ് ഹിം ടോക്ക് അബൌട്ട് ദ സ്ട്രിങ് ടു അമ്യൂസ് ദം. എന്നിട്ട് എന്ത് ചെയ്തു? ആളുകൾ ഇവനെക്കുറിച്ചും ഇവൻ്റെ ആ ഒരു സ്ട്രിങ്ങിനെ കുറിച്ചും ഒക്കെ എപ്പോഴും
സംസാരിക്കാറുണ്ടായിരുന്നു. ഹിസ് മൈൻഡ് ടച്ച് ടു ദ ഡെപ്ത്, അവൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇതൊക്കെ പതിച്ചു. അവരെല്ലാം കളിയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ അവൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിച്ചു. ബിഗാൻ ടു വീക്കൻ, അവൻ വളരെയധികം വീക്കായിട്ട് മാറി. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഡിസംബറിൻ്റെ അവസാന കാലഘട്ടമായി. ഹി ടുക്ക് ടു ഹിസ് ബെഡ്, അവൻ എന്ത് ചെയ്തു? ബെഡിൽ അവശനിലയിൽ കിടന്നു. ഹി ഡൈഡ് ഇൻ ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ജനുവരി ആദ്യമായപ്പോഴേക്കും അവൻ എന്ത് ചെയ്തു? മരിച്ചു. ആൻഡ് ഇൻ ദ ഡെലീറിയം ഓഫ് ഹിസ് ഡെത്ത്, ഡെലീറിയം എന്ന് പറഞ്ഞാൽ വിഭ്രാന്തി, മരണത്തിൻ്റെ ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ, അതാണ് വിഭ്രാന്തി എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെലീറിയം ഓഫ് ഹിസ് ഡെത്ത് സ്ട്രഗിൾസ് ഹി കെപ്റ്റ് ക്ലെയിമിങ് ഹിസ് ഇന്നസെൻസ്, മരണത്തിൻ്റെ ആ ഒരു വിഭ്രാന്തിക്കിടയിൽ പോലും തൻ്റെ ആ ഒരു താൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യം ഞാൻ മോഷ്ടിച്ചിട്ടില്ല, എല്ലാവരും എന്നെ വിശ്വസിക്കും എന്നുള്ള രീതിയിൽ അവൻ റേറ്റിംഗ് ചെയ്യുന്നുണ്ട്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൻ ആ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ് അവൻ റേറ്റിംഗ് ചെയ്യുന്നത്? എന്താണ് ആവർത്തിച്ച് പറയുന്നത്? എ പീസ് ഓഫ് സ്ട്രിങ്, ഒരു കഷ്ണം കമ്പി. ലുക്ക് ഹിയർ ഇറ്റ് ഈസ്, നോക്കൂ അതെൻ്റെ കയ്യിലുണ്ട്. യുവർ ഓണർ ദ മേയർ, ആദരണീയനായ മേയറെ, എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണ്? ഒരു കഷ്ണം ആ ഒരു കമ്പി മാത്രമാണ്, വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാണ് ഇവൻ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു തെറ്റും ചെയ്യാതെ വളരെ ഇന്നസെൻസ് ആയിട്ടുള്ള ഒരു പെസൻ്റ് ആണ് നമ്മുടെ ഹോജ്കമ. അപ്പോൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനും നിരവധി ആളുകളുണ്ട്. അവസാനം ആ പോക്കറ്റ് ബുക്ക് ലഭിച്ചിട്ടും ആളുകൾ ഇവനെ തന്നെയാണ് കള്ളനായിട്ട് കണക്കാക്കുന്നത്. സോ ഇതിനകത്ത് വരുന്ന തീം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, ഷെയിം, പിന്നെ ലോൺലിനെസ്, ഇതൊക്കെ ഇതിലെ സെൻട്രൽ തീമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.